അടുത്തത് ഈ ക്വസ്റ്റ്യൻ നോക്കിയേടാ. ഇതൊരു 2 ലെവൽ സിസ്റ്റമാണ്. ഇതിൻ്റെ പോപ്പുലേഷൻ ഓഫ് ആറ്റംസ് ഇൻ ദ അപ്പർ ആൻഡ് ലോവർ ലെവൽസ് എന്ന് വെച്ചാൽ പോപ്പുലേഷൻ എന്ന് വെച്ചാൽ അപ്പർ എന്ന് പറയുമ്പോൾ N2ഉം ലോവർ എന്ന് പറയുമ്പോൾ N1ഉം തന്നിട്ടുണ്ട്. കോയിഫിഷ്യൻ്റ് ഓഫ് സ്റ്റിമുലേറ്റഡ് എമിഷനും തന്നിട്ടുണ്ട്. കോയിഫിഷ്യൻ്റ് ഇപ്പം ഹീലിയം നിയോൺ ലേസർ ആണെങ്കിൽ കോയിഫിഷ്യൻ്റ് എന്ന് പറയുന്നത് ആൽഫയാണ് അല്ലേ. അതേസമയം സ്റ്റിമുലേറ്റഡ് എമിഷൻ്റെ കോയിഫിഷ്യൻ്റ് എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്ന ഐൻസ്റ്റീൻ കോയിഫിഷ്യൻ്റ് ആണ്. നമ്മൾ തിയറി പേപ്പറിൽ പറഞ്ഞതാണ്. അപ്പം ഐൻസ്റ്റീൻ സ്റ്റിമുലേറ്റഡ് എമിഷൻ്റെ ഐൻസ്റ്റീൻ കോയിഫിഷ്യൻ്റ് B21 ആണ്. എനർജി ഡെൻസിറ്റി തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ റേറ്റ് ഓഫ് സ്റ്റിമുലേറ്റഡ് എമിഷൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ റേറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഓൾറെഡി ആദ്യത്തെ ക്വസ്റ്റ്യനിൽ നമുക്കറിയാം dN2/d2 എന്ന് പറയുന്ന R-λ2 N2 ആണ്. അതവിടെ നിന്നോട്ടെ. എപ്പോഴും ഓർക്കണം ഈ കണ്ടീഷൻസ്. നോക്കിയേ, അബ്സോർപ്ഷൻ്റെ റേറ്റ് ആണ് കണ്ടുപിടിക്കേണ്ടെങ്കിൽ N1B12 ρV. ഈ B12 എന്ന് പറയുന്ന അബ്സോർപ്ഷൻ്റെ ഐൻസ്റ്റീൻ കോയിഫിഷ്യൻ്റ് ആണ്. റോ എന്ന് പറയുന്ന എനർജി ഡെൻസിറ്റി. ഇനി സ്റ്റിമുലേറ്ററിൻ്റെ ആണ് റേറ്റ് കണ്ടുപിടിക്കണമെങ്കിൽ N2. കാരണം അബ്സോർപ്ഷൻ ഗ്രൗണ്ടിലാണ് നടക്കുന്നത്. ഇവ രണ്ടും സ്റ്റിമുലേറ്റഡും സ്പോണ്ടേനിയസും അപ്പറിൽ പോയിട്ട് താഴേക്ക് വരുന്നത്. അതുകൊണ്ടാണ് N2 പോപ്പുലേഷൻ അപ്പറിലെ പോപ്പുലേഷൻ എടുത്തത്. B21 എന്ന് വെച്ചാൽ ഐൻസ്റ്റീൻ കോയിഫിഷ്യൻ്റ് ഓഫ് സ്റ്റിമുലേറ്റഡ് റോ V. ഇനി സ്പോണ്ടേനിയസിന് മാത്രമേ ഉള്ളൂ A വരുന്നത് ഐൻസ്റ്റീൻ കോയിഫിഷ്യൻ്റിൽ A21. ഇവിടെ കണ്ടോ 1 2, കാരണം ലോവറിലാണ് നടക്കുക. അതുകൊണ്ട് 1ന് പ്രാധാന്യം. ഇവിടെ 2ഉം 2 കാരണം അപ്പറിലാണ് നടക്കുക. അങ്ങനെയാണെങ്കിൽ R സ്റ്റിമുലേറ്റർ എന്ന് പറയുന്നത് N2B21 ρV. എല്ലാം തന്നിട്ടുണ്ട്. N2 തന്നിട്ടുണ്ട്, അപ്പറിലെ പോപ്പുലേഷൻ തന്നിട്ടുണ്ട്, B21 കോയിഫിഷ്യൻ്റ് തന്നിട്ടുണ്ട്, ρV എനർജി ഡെൻസിറ്റി തന്നിട്ടുണ്ട്. ഇതെല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പം കിട്ടുന്ന ഉത്തരമാണ് 8.1 × 10⁻²4/സെക്കൻഡ്. എല്ലാ യൂണിറ്റും പെർ സെക്കൻഡിലാണ് ഓപ്ഷനിൽ, അപ്പോൾ പെർ സെക്കൻഡ്. ഐ ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ ഫോർ യു. ഇഫ് യു ഹാവ് എനി ഡൗട്ട് പ്ലീസ് ആസ്ക്. ഓക്കെ, ഈ 9ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. ദ സെപ്പറേഷൻ ബിറ്റ്വീൻ ദ എനർജി ലെവൽസ്, അതായത് രണ്ട് ലെവലുകളുടെ സെപ്പറേഷൻ, എനർജി ലെവലുകളുടെ സെപ്പറേഷൻ തന്നിട്ടുണ്ട്. 2 ഇലക്ട്രോൺ വോൾട്ട് ആണ്. സപ്പോസ് ദാറ്റ് 4 × 10⁻20 ആറ്റംസ് ആർ ഇൻ ദ ഗ്രൗണ്ട് സ്റ്റേറ്റ് ആൻഡ് 7 × 10⁻20 ആറ്റംസ് ആർ പംപ്ഡ് ഇൻ ദ എക്സൈറ്റഡ് സ്റ്റേറ്റ് ജസ്റ്റ് ബിഫോർ ലേസിംഗ് സ്റ്റാർട്ട്സ്. ലേസിംഗ് ആക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പുള്ള ഗ്രൗണ്ട് സ്റ്റേറ്റിലുള്ള പോപ്പുലേഷൻ, ദാറ്റ് ഇസ് N1. N1 തന്നേക്കുന്നത് 4 × 10⁻20ഉം N2 തന്നേക്കുന്നത് 7 × 10⁻20ഉം ആണ്. അങ്ങനെയാണെങ്കിൽ എത്രമാത്രം എനർജി ആയിരിക്കും ഒരു സിംഗിൾ ലേസർ പൾസിൽ റിലീസ് ചെയ്യുന്നതെന്നാണ് ചോദ്യം. ഇതിൻ്റെ അത് ജസ്റ്റ് നോക്കിയാൽ എൻ്റെ മക്കളെ, 2 എനർജി ലെവലുകളുടെ സെപ്പറേഷൻ തന്നിട്ട് നമ്മളോട് ചോദിച്ചേക്കുവാണ് ആ ലേസർ പ്രൊഡ്യൂസ് ചെയ്യുന്ന എനർജി എന്താണ്. വളരെ സിമ്പിളാണ്. ഒരു കാര്യം പറയട്ടെ, ഒരു ലേസർ പൾസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന എനർജി എന്ന് പറയുന്നത് എപ്പോഴും പോപ്പുലേഷൻ തന്നിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ഈക്വൽ ടു ആവറേജ് ഡിഫറൻസ് ഇൻ ദ പോപ്പുലേഷൻ മൾട്ടിപ്ലൈഡ് ബൈ ദ എനർജി സെപ്പറേഷൻ ബിറ്റ്വീൻ 2 ലെവൽസ്. എന്ത് ചെയ്താൽ മതി, 2 പോപ്പുലേഷനുകളുടെ ഡിഫറൻസ് എടുത്തിട്ട് അതിനെ എനർജി സെപ്പറേഷൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ആവറേജ് എന്ന് പറയുമ്പോൾ 2 എനർജി ഡിഫറൻസ്, 2 എനർജി ഉണ്ട്, അതിൻ്റെ ഡിഫറൻസ് N2 - N1. ആവറേജ് ആകുമ്പോൾ ഡിവൈഡഡ് ബൈ 2. അപ്പോൾ N2 - N1 ഡിവൈഡഡ് ബൈ 2 എന്ന് പറയുന്നത് ഇത്രയും. എൻ്റെ മക്കൾ ചെയ്ത് നോക്കണം കേട്ടോ, ഇത്രയും കിട്ടും. ഇനി എനർജി എന്ന് പറയുന്നത് ഇത്രയും. അപ്പോൾ ഒരു ക്ലൂ മിസ് പറയട്ടെ. ഓപ്ഷനിലേക്ക് നോക്കുമ്പോൾ എല്ലാം ജൂളാണ്, പക്ഷെ നമുക്ക് സെപ്പറേഷൻ ഇൻ എനർജി ഇലക്ട്രോൺ വോൾട്ടിലാണ് തന്നിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം ഇലക്ട്രോൺ വോൾട്ടിനെ ജൂളായിട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ 1 ഇലക്ട്രോൺ വോൾട്ട് എന്ന് വെച്ചാൽ 1.6 × 10⁻−19 ആണ്. അപ്പോൾ ഇൻറ്റു ചെയ്താൽ മതിയാവും. അതായത് എനർജി എന്ന് പറയുന്നത്, അപ്പോൾ ഇത്രയും ഇത് ചെയ്തു, ഇത് ഇത്രയും 1.5 × 10⁻20 ഇൻറ്റു HNU എന്ന് പറയുന്ന സെപ്പറേഷൻ ആണെന്ന് വിചാരിക്കുക. 2 ഇലക്ട്രോൺ വോൾട്ട്. 2 ഇൻറ്റു ഇലക്ട്രോൺ വോൾട്ട് എന്ന് പറയുന്നത് ഇത്രയും ജൂള്. ഇലക്ട്രോൺ വോൾട്ടിന് പകരം അതിൻ്റെ വാല്യൂ ആയിട്ടുള്ള 1.6 × 10⁻−19 കൊടുത്തു. അപ്പോൾ 48 ജൂൾ എന്ന് കിട്ടി. 48 ജൂൾ ഇല്ലേ ഉത്തരം. അപ്പോൾ എന്ത് ചെയ്താൽ മതി, എനർജി സെപ്പറേഷൻ തന്നേക്കുന്ന എന്തിനാണെന്ന് ഓർക്കണം. എനർജി സെപ്പറേഷൻസ് തന്നേക്കുന്ന എന്തിനാ? അപ്പോൾ എനർജി സെപ്പറേഷൻ തന്നേക്കുന്ന ലേസറിൻ്റെ എനർജി കണ്ടുപിടിക്കണമെങ്കിൽ പോപ്പുലേഷൻ ഡിഫറൻസ്, ആവറേജ് പോപ്പുലേഷൻ ഡിഫറൻസ് മൾട്ടിപ്ലൈ ആണ് കേട്ടോ. മൾട്ടിപ്ലൈഡ് ബൈ ദ എനർജി സെപ്പറേഷൻ ചെയ്താൽ മതി. ഓക്കെ, 1ാമത്തെ ക്വസ്റ്റ്യൻ 11 ആദ്യം നമുക്ക് 10 ചെയ്യാം. കാണാമോ? 10 എന്ന് വെച്ചാൽ ഈ ക്വസ്റ്റ്യൻ നോക്കണം കേട്ടോ. എ 2 ലെവൽ സിസ്റ്റം ഇൻ എ തെർമൽ, അതായത് ഒരു 2 ലെവൽ സിസ്റ്റം, അതൊരു ബ്ലാക്ക് ബോഡി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇൻ എ തെർമൽ എൻവയോൺമെൻറ്റിലാണ് അതുള്ളത്. അപ്പോൾ തെർമൽ എൻവയോൺമെൻറ്റ് എന്ന് പറയുമ്പോൾ പെർട്ടിക്കുലർലി ടെമ്പറേച്ചർ ആയിരിക്കും അല്ലേ. അപ്പോൾ അതായത് ഒരു 2 ലെവൽ സിസ്റ്റമാണ്, അത് ഡീക്കേ ചെയ്യാണ്, എക്സൈറ്റഡ് സ്റ്റേറ്റിൽ നിന്ന് ഡീക്കേ ചെയ്യുക. ഈ 2 ലെവൽ സിസ്റ്റം ഇൻ എ തെർമൽ എൻവയോൺമെൻറ്റ് ക്യാൻ ഡീക്കേ ഫ്രം ദ എക്സൈറ്റഡ് സ്റ്റേറ്റ് ബൈ ബോത്ത്. അപ്പോൾ ഇവർ ഡീക്കേ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ബോത്ത് സ്പോണ്ടേനിയസ് ആൻഡ് തെർമലി സ്റ്റിമുലേറ്റഡ് എമിഷൻ വഴിയാണ് ഇവർ ഡീക്കേ ചെയ്യുന്നത്.
At a room temperature 300 K, the frequency below which thermal expansion dominates over spontaneous emission is nearest to. അപ്പോൾ ക്വസ്റ്റ്യൻ ഇത്രയേ ഉള്ളൂ. ഒരു 2 ലെവൽ സിസ്റ്റം ഉണ്ടായിരുന്നു. അതൊരു തെർമൽ എൻവയോൺമെൻറ്റിലാണ് ഇരിക്കുന്നത്. അത് ഡീകേ ചെയ്യുവാണ്, എക്സൈറ്റഡ് സ്റ്റേറ്റിൽ നിന്ന് ഡീകേ ചെയ്യുവാണ്. അത് എക്സൈറ്റഡ് സ്റ്റേറ്റിൽ നിന്ന് ഡീകേ ചെയ്യാൻ 2 വിധത്തിലാണ്. സ്പോണ്ടേനിയസും ഉണ്ട്, സ്റ്റിമുലേറ്റഡ് എമിഷനും ഉണ്ട്. അറ്റ് റൂം ടെമ്പറേച്ചറിലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഏത് ഫ്രീക്വൻസിയിലാണ്, ദ ഫ്രീക്വൻസി ബിലോ വിച്ച് തെർമൽ എമിഷൻ ഡോമിനേറ്റ്സ്, അതായത് ഏത് ബിലോ ഫ്രീക്വൻസിയിലാണ് തെർമൽ എമിഷൻ എന്ത് ചെയ്യുന്നത്, ഡോമിനേറ്റ്സ് ഓവർ സ്പോണ്ടേനിയസ് എമിഷൻ. എപ്പോഴും ഓർത്തണം, തെർമൽ എമിഷൻ എന്ന് വെച്ചാൽ അവിടെ ഉദ്ദേശിക്കുന്നത് സ്റ്റിമുലേറ്റഡ് എമിഷനാണ്. കാരണം അവിടെ ഒരു പെർട്ടിക്കുലർ ടെമ്പറേച്ചർ അല്ലെങ്കിൽ പെർട്ടിക്കുലർ എക്സ്ട്രാ കാര്യം അവിടെ കയറി വന്നു. അപ്പോൾ ഏത് ഫ്രീക്വൻസിയിലാണ് സ്റ്റിമുലേറ്റഡ് എമിഷൻ സ്പോണ്ടേനിയസ് എമിഷനെ ഡോമിനേറ്റ് ചെയ്യാൻ സാധ്യതയുള്ളത്? അപ്പോൾ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ ആദ്യം ഓർക്കണം, സ്റ്റിമുലേറ്റഡ് എമിഷൻ എപ്പോഴാണ് ഡോമിനേറ്റ് ചെയ്യുന്നത്. എപ്പോഴും സ്റ്റിമുലേറ്റഡ് എമിഷൻ എന്ന് പറയുന്നത് ഇതൊരു ട്രിക്കാണ് മിസ് പറയുന്നത്. എപ്പോഴും സ്റ്റിമുലേറ്റഡ് എമിഷൻ എപ്പോഴും ഡിപ്പെൻഡ് ചെയ്യുന്നത് തെർമൽ ഫോട്ടോൺ നമ്പേഴ്സിനെ ആയിരിക്കും. എത്ര നമ്പർ ഫോട്ടോൺ ആണ് അവിടെ ജനറേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എത്ര നമ്പർ ഓഫ് ഫോട്ടോൺസ് ഉപയോഗിച്ചിട്ടാണ് സ്റ്റിമുലസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ സ്റ്റിമുലേറ്റഡ് എമിഷൻ നടക്കുന്നത്. ദറ്റ് ഈസ് 1/hν/kBT - 1 ഡിപ്പെൻഡ് ചെയ്യുന്നു. ഇനി എപ്പോഴും ഈ ഡിനോമിനേറ്റർ അല്ലെങ്കിൽ എൻ ന്യൂ എന്ന് പറയുന്ന ഇതിൻ്റെ മൊത്തത്തിലുള്ള ആൻസർ 1 അപ്രോക്സിമേറ്റ് ആണെങ്കിൽ അത് സ്റ്റിമുലേറ്റഡും സ്പോണ്ടേനിയസും ഈക്വൽ ആണെന്നാണ് അർത്ഥം. ഇനി 1 കൂടുതലാണെങ്കിലാണ് സ്റ്റിമുലേറ്റഡും 1 കുറവാണെങ്കിൽ സ്പോണ്ടേനിയസ് ആണെന്നാണ്. ഇതൊന്നും നിങ്ങൾ ഹോംവർക്കായിട്ട് നോക്കണേ. എനിക്ക് മിസ്സിനൊരു ഡൗട്ട് ഉണ്ട്. അതായത് എപ്പോഴാണ് നമ്പർ ഓഫ് ഫോട്ടോൺ നമ്പേഴ്സ് അല്ലെങ്കിൽ ഈ ഒരു ടേം മുഴുവനായിട്ട് 1 ഗ്രേറ്റർ ആവുകയാണെങ്കിൽ ഒരു കണ്ടീഷനും 1 ലെസ് ആവുകയാണ്, 1 ഗ്രേറ്റർ ആവുകയാണെങ്കിലാണോ സ്പോണ്ടേനിയസ് ഓർ സ്റ്റിമുലേറ്റഡ്, ഓർ 1 ചെറുതാവുകയാണെങ്കിലാണോ എന്നൊരു ഡൗട്ടുണ്ട്. അപ്പോൾ അത് നോക്കിയില്ലെങ്കിലും കുഴപ്പമില്ല, ഇത് നോക്കുക, എൻ ഓഫ് ന്യൂ. അപ്പം ജസ്റ്റ് ഞാൻ പറയുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ ഒരു ക്ലൂ ആണ് ഞാൻ പറയുന്നത്. എപ്പോഴെങ്കിലും ഏത് ഫ്രീക്വൻസിയിലാണ് അല്ലെങ്കിൽ ഏത് കണ്ടീഷനിലാണ് സ്റ്റിമുലേറ്റഡ് സ്പോണ്ടേനിയസേക്കാട്ടിലും ഡോമിനേറ്റ് ആകുന്നതെന്നൊരു ക്വസ്റ്റ്യൻ വന്നാൽ ഈ കണ്ടീഷൻ അങ്ങോട്ട് എഴുതുക. അപ്പോൾ 1/hν/kT = 1 എന്ന് പറയുന്ന കണ്ടീഷൻ ഞാൻ കൊടുത്തു. അതായത് ദിസ് ഈസ് ഈക്വൽ ടു 1. കാരണം ഇത് രണ്ടും ഈക്വൽ ആവുന്ന കേസ് എന്ന് പറയുന്നത് ഇതിന് മൊത്തത്തിൽ ഈക്വൽ ടു 1 ആകുമ്പോഴാണ്. അപ്പോൾ ഇവർ രണ്ടും ഈക്വൽ ആണ്, സ്പോണ്ടേനിയസും സ്റ്റിമുലേറ്റഡും ഈക്വൽ ആണെന്നുള്ള കണ്ടീഷൻ കൊടുത്തതിന് ശേഷം ഇവരെപ്പോഴാണ് കൂടുന്നതെന്ന് കണ്ടുപിടിക്കുവാണ്. അപ്പോൾ ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ ഒരു 1, 2 1 കൂടെ ചേർന്ന് 2 ആയി. ഇനി ഈ എക്സ്പോണൻഷ്യൽ മാറ്റാൻ 2 സൈഡും ലോഗും കൊണ്ട് ചെയ്യുക. ലോഗും എക്സ്പോണൻഷ്യലും ക്യാൻസൽ ആയിപ്പോയി, ഇപ്പുറത്ത് ലോഗ് 2 വന്നു. അങ്ങനെയാണെങ്കിൽ ന്യൂ എന്ന് പറയുന്നത് ഇതിൻ്റെ അകത്തുനിന്ന് ന്യൂ എന്ന് പറയുന്നത് എന്ത് കിട്ടും, ln 2 KT. അപ്പുറത്ത് പോകുമ്പോൾ ഡിവൈഡ് ചെയ്തത് അപ്പുറത്ത് പോകുമ്പം മൾട്ടിപ്ലൈ ചെയ്ത് കിടക്കും. അപ്പോൾ ln 2 × KT/h എന്നാണ് കേട്ടോ. ln 2ൻ്റെ വാല്യൂ 0.6931 ആണ് ഇൻറ്റു KT. കെയുടെ വാല്യൂ 1.38 × 10⁻⁻23 ആണ്. ടിയുടെ വാല്യൂ 300 കെൽവിൻ ആണ്. h നമുക്കറിയാം. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ ഏകദേശം കറസ്പോണ്ടിങ് 10⁻12 എന്നാണ് കിട്ടുന്നത്. കറസ്പോണ്ടിങ് ഞാൻ അതിനെ 10⁻13 എന്ന് എടുക്കുവാണ് ചെയ്യുന്നത് കേട്ടോ. അല്ലെങ്കിൽ നിങ്ങളൊന്ന് നോക്കണം, അതായത് ഡെസിമലൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്തൊന്ന് നോക്കണം 10⁻13 കിട്ടുന്നുണ്ടോയെന്ന്. കാരണം 11 കൂടെ ഉള്ളത് കൊണ്ട് ഒരു ഡൗട്ട് വരും. കാരണം 12 എന്നാണ് എനിക്കിപ്പോൾ ഉത്തരം വന്നിരിക്കുന്നത്. നോർമലി ചെറുതിലേക്കായിരിക്കും സാധാരണ ആൾക്കാർ പോവുക. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കണം ഈ ക്വസ്റ്റ്യനെ. കാരണം ഇത് തെറ്റാൻ ചാൻസ് ഉണ്ട്. ഈ ക്വസ്റ്റ്യൻ തന്നെ വരുമെന്നല്ല മിസ്സ് പറയുന്നത്, എന്നാലും നിങ്ങളൊന്ന് നോക്കണം അപ്രോക്സിമേറ്റ്ലി 10⁻13 കിട്ടുന്നുണ്ടോ, അതോ മിസ്സ് ചെയ്തതിൻ്റെ മിസ്റ്റേക്ക് ആണോ എന്നുള്ളത്. 11ാമത്തെ ക്വസ്റ്റ്യൻ, ഇഫ് ദ കോയിഫിഷ്യൻ്റ് ഓഫ് സ്റ്റിമുലേറ്റഡ് എമിഷൻ. ഇനി എൻ്റെ മക്കൾ ഓർത്തോണം, കോയിഫിഷ്യൻ്റ് ഓഫ് സ്റ്റിമുലേറ്റഡ് എമിഷൻ്റെ കോയിഫിഷ്യൻ്റ് എന്ന് പറയുന്നത് B21 ആണ് ഈ തന്നേക്കണത്. എമിറ്റഡ് ഫോട്ടോണിൻ്റെ വേവ് ലെങ്ത് തന്നിട്ടുണ്ട്. ലൈഫ് ടൈം ഓഫ് ദ എക്സൈറ്റഡ് സ്റ്റേറ്റ്. ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻ ആണ്. ഒന്നുമില്ല, എക്സൈറ്റഡ് സ്റ്റേറ്റിൻ്റെ ലൈഫ് ടൈം ആണ് കണ്ടുപിടിക്കേണ്ടത്. എനിക്കറിയാം എക്സൈറ്റഡ് സ്റ്റേറ്റ് എന്ന് പറയുന്നതിൻ്റെ ലൈഫ് ടൈം τ = 1/A21 ആണ്. അപ്പോൾ നമുക്കൊരു ഡൗട്ട് വരും, മിസ്സേ ഇവിടെ ചോദിച്ചേക്കണത് സ്റ്റിമുലേറ്റഡ് എമിഷൻ എന്നല്ലേ പറഞ്ഞേക്കുന്നത്, പിന്നെ എന്തിനാ സ്പോണ്ടേനിയസ് എമിഷൻ്റെ കോയിഫിഷ്യൻ്റ് നമ്മൾ ടോയിൽ എടുത്തേക്കുന്നത്? അവിടാണ് ട്രിക്ക്. ഈ ക്വസ്റ്റ്യൻ എന്തിനാ നമ്മളെ ട്രിക്കി ചെയ്യാൻ വേണ്ടി ചോദിച്ചേക്കുന്ന ക്വസ്റ്റ്യൻ. എപ്പോഴും ഓർത്തണം, ഒരു ക്വസ്റ്റ്യൻ നമ്മളോട് ലൈഫ് ടൈം ഓഫ് എക്സൈറ്റഡ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ഇതാണ്. അതായത് A2 ആണ്, അല്ലെങ്കിൽ എക്സൈറ്റഡ് സ്റ്റേറ്റിൻ്റെ ലൈഫ് ടൈം എന്ന് വെച്ചാൽ നാച്ചുറൽ റേഡിയേറ്റീവ് പ്രോസസ്സ് ആണ്, അല്ലെങ്കിൽ നാച്ചുറൽ റേഡിയേറ്റീവ് ലൈഫ് ടൈം ആണ് നമ്മൾ നോക്കേണ്ടത്. അതായത് നാച്ചുറൽ പ്രോസസ്സ് എന്ന് പറയുന്നത് സ്പോണ്ടേനിയസ് എമിഷൻ ആണ്. സ്റ്റിമുലേറ്റഡ് എന്ന് പറയുമ്പോൾ നമ്മളത് സ്റ്റിമുലസ് ചെയ്താൽ മാത്രമേ സംഭവിക്കുകയുള്ളൂ. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് എൻ്റെ മക്കളൊന്ന് നോട്ട് ചെയ്യുക. τ = 1/A21 ആണ്.
A21/B21 റേഷ്യോ എന്ന് പറയുന്നത് 8πh⁴/c³ എന്നാണ്. ഇനിയും എപ്പോഴും ഓർത്തോണേ, ഒരു ട്രിക്ക് കൂടെ പറയട്ടെ. ഇങ്ങനെയും വേണമെങ്കിൽ ചെയ്യാം, പക്ഷെ ന്യൂ തന്നിട്ടില്ല. അപ്പം ന്യൂ തരാത്ത സ്ഥിതിക്ക് ഇതിനെ സിംപ്ലിഫൈ ചെയ്യാൻ ന്യൂ ഈക്വൽ ടു c/λ എന്ന് പറയുന്ന ഇക്വേഷൻ എടുക്കുക. എന്നിട്ട് A21/B21 എന്ന് പറയുന്നത് ഇതിലോട്ട് എന്ത് ചെയ്യുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതായത് ന്യൂവിന് പകരം c/λ, ന്യൂ ക്യൂബാണ് c/λ⁴, c³ പോയി. അപ്പോൾ ഇങ്ങനെ കിട്ടും. A21 മിസ് ചെയ്തിട്ടുണ്ട്, നോക്കാം കേട്ടോ. ഇത്രയും ഭാഗം ചെയ്തതാണ് ഇത് എഴുതിയേക്കണം, ഇത്രയും ഭാഗം ചെയ്ത് ഇത്, അതേ ഇൻറ്റു ഇത് എല്ലാം കൂടെ ചെയ്യുമ്പോൾ ഇത്രയും കിട്ടും. അങ്ങനെയാണെങ്കിൽ ടോ അറ്റ് എക്സൈറ്റഡ്, അതായത് ലൈഫ് ടൈം അറ്റ് എക്സൈറ്റഡ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് എന്താ മക്കളെ, 1/A21 ആണ്. ദാറ്റ് ഈസ് 1/ഇത്രയും. 1/ഇത്രയത്തിന് ആൻസർ എന്ന് പറയുന്നത് ഏകദേശം കിട്ടുന്നത് കാണാവോ, 7.721 × 10⁻⁸ സെക്കൻഡ്സ് എന്നാണ്. ഓപ്ഷൻ നോക്കൂ, ഓപ്ഷൻസ് ഇങ്ങനെയാണ്. അതായത് NS നാനോ സെക്കൻഡ്സിലാണ് തന്നിരിക്കുന്നത്. അപ്പോൾ സെക്കൻഡ്സിനെ നാനോ സെക്കൻഡ്സ് ആക്കാനായിട്ട് × 10⁹ ആണ് മിസ് ചെയ്തേക്കുന്നത്. കാരണം സെക്കൻഡ്സിനെ നാനോയിലേക്കാണ് മാറ്റേണ്ടത്. സെക്കൻഡ്സ് എന്ന് പറയുന്ന വലിയ ക്വാണ്ടിറ്റി, അതിനെ ചെറുതിലേക്കാക്കാൻ × 10⁻². അപ്പോൾ വലിയ ക്വാണ്ടിറ്റിയിൽ നിന്ന് ചെറുതെന്ന് പറയുമ്പോൾ ഇൻറ്റു ചെയ്താൽ മതി. ഓക്കെ, അതാണ്. ഇനിയും കുറച്ച് ട്രിക്കി, ഇതൊന്നും വന്നിട്ടില്ല, മിസ് ട്രിക്കായിട്ട് പറഞ്ഞു തരുവാണ്. എക്സൈറ്റഡ് സ്റ്റേറ്റിൻ്റെ ഇത് വന്നിട്ടില്ലെന്നാണ് പറഞ്ഞത്. ഈ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഇതൊന്നൊക്കെ എക്സൈറ്റഡ് സ്റ്റേറ്റ് ലൈഫ് ടൈം ആണ് ചോദിക്കുന്നതെങ്കിൽ എൻ്റെ മക്കൾ ടോ = 1/A21 എന്ന് ഓർക്കുക. ഇനി മിസ്സേ, സ്റ്റിമുലേറ്റഡ് എമിഷൻ എന്നുള്ള ക്വസ്റ്റ്യനിൽ നിന്ന് നമ്മൾ എങ്ങനെയാണ് സ്പോണ്ടേനിയസ് എമിഷൻ്റെ ആളെ എടുക്കാമെന്ന് വെച്ചാൽ ഇതാണ് അവരുടെ റിലേഷൻ. A21/B21 = 8πh⁴/c³. ഇത് തിയറിയിൽ മിസ് പറഞ്ഞിട്ടുണ്ട്, പഠിക്കാൻ സമയമില്ലെങ്കിൽ ഇത് ഓർത്ത് വെക്കുക. ഓക്കെ, ഇനി എഫക്റ്റീവ് ലൈഫ് ടൈം കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്, 1/τ എഫക്റ്റ് എന്ന് പറയുന്നത് A21 + B21 ഓഫ് റോ. ഇതൊക്കെ ട്രിക്കാണ്. ഇതുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടില്ല, മിസ് പറഞ്ഞു എന്നേ ഉള്ളൂ. ഫോട്ടോൺ ലൈഫ് ടൈം ഇൻ ക്യാവിറ്റി ആണ് ചോദിച്ചേക്കുന്നതെങ്കിൽ L/c × 1 - r. അപ്പോൾ ഇത്ര ഇക്വേഷൻസ് ഒന്ന് ജസ്റ്റ് നോട്ട് ചെയ്യുക കേട്ടോ. ഓക്കെ, 14ാമത്തെ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കണേ. അതായത് ഒപ്റ്റിക്കൽ ക്യാവിറ്റിയുടെ വോളിയം തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് മോഡ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നമ്പർ ഓഫ് മോഡ്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ബാൻഡ് വിഡ്ത്ത് തന്നിട്ടുണ്ട്, നാനോമീറ്റർ റേഞ്ചാണ്. അപ്പോൾ ഈ നാനോമീറ്റർ റേഞ്ചിനെ എല്ലാം മീറ്ററിലേക്ക് മാറ്റി. ഇപ്പോൾ ഈ ക്വസ്റ്റ്യൻ സിമ്പിൾ ആണെന്ന് വായിച്ച് നോക്കുക. ഒരു കാര്യം മാത്രം അറിഞ്ഞാൽ മതി, നമ്പർ ഓഫ് മോഡ്സ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. ഒരു ക്യാവിറ്റി നമുക്കറിയാമല്ലോ, 2 മിറേഴ്സ് അതിൻ്റെ ഇടയിൽ ഉണ്ടാവുന്ന പാർട്ടാണ് അല്ലേ ക്യാവിറ്റി എന്ന് പറയുന്നത്. അവിടെ സെലക്റ്റീവ് ആയിട്ടുള്ള ഫ്രീക്വൻസി റേഞ്ചിലുള്ള കാര്യങ്ങൾ മാത്രമേ പാസ് ആവത്തുള്ളൂ, അല്ലെങ്കിൽ അവിടെ നടക്കുകയുള്ളൂ. അപ്പം നമ്പർ ഓഫ് മോഡ്സ്, അപ്പോൾ അതിന് നമുക്ക് ട്രാൻസ്വേഴ്സ് മോഡും ലോഞ്ചിറ്റ്യൂഡിനൽ മോഡും ഒക്കെ തന്നെ അറിയാം. അപ്പോൾ നമ്പർ ഓഫ് മോഡ്സ് കണ്ടുപിടിക്കാൻ പറഞ്ഞു. അപ്പം ഈ ആൻസർ ഒന്ന് അനലൈസ് ചെയ്യുക. ഇത്ര മാത്രമേ ഉള്ളൂ. നമ്പർ ഓഫ് മോഡ്സ് കണ്ടുപിടിക്കാൻ പറയുമ്പോൾ 8π⁴ × Δλ/λ⁴. Δλ എന്ന് പറയുന്നത് ഓൾറെഡി നമ്മുടെ ബാൻഡ് വിഡ്ത്ത് ആണ്, നാനോമീറ്റർ റേഞ്ചിലാണ്, × 10⁻⁹ മീറ്ററിലേക്ക്. മിസ് പറയുമല്ലോ, എല്ലാം വലിയതിലേക്ക് കൺവേർട്ട് ചെയ്യുക. സെൻറ്റിമീറ്റർ ക്യൂബിനെ മീറ്ററിലേക്കും കൺവേർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാം കൺവേർട്ട് ചെയ്തിട്ട് മിസ് ഇത്രയും ഇൻറ്റു ചെയ്തതാണ് ഈ മുകളിൽ എഴുതിയേക്കുന്നത്, ഈ ഭാഗം ⁻⁴ ചെയ്തതാണ് ഇവിടെ എഴുതിയേക്കുന്നത്. എന്നിട്ട് നിങ്ങൾക്ക് ഒറ്റയടിക്ക് ചെയ്ത് നോക്കണമെങ്കിൽ ചെയ്ത് നോക്കാം, കിട്ടുന്നുണ്ടോ നോക്കാം, അല്ലെങ്കിൽ സെപ്പറേറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത്രയാണ് ആൻസർ വരിക. അപ്പോൾ നമ്പർ ഓഫ് മോഡ്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതിന് പ്രത്യേകിച്ച് ഓക്കെ. അപ്പോൾ നമ്പർ ഓഫ് മോഡ്സ് എന്ന് പറയുന്നത് 4.02. അപ്പം ഇതിൻ്റെ പവറാണ് ചോദിച്ചേക്കണത് ആക്ച്വലി. അപ്പോൾ പവർ 10⁻10 വരിക. ഓക്കെ, കാരണം 4.0211 × 10⁻10 ആണല്ലോ. 15ാമത്തെ ക്വസ്റ്റ്യൻ വേണം നോക്കാം കേട്ടോ. ക്യാവിറ്റി ഹീലിയം നിയോൺ ലേസർ എമിറ്റിംഗ് അറ്റ് ലാംഡ തന്നിട്ടുണ്ട്. കൺസിസ്റ്റ് ഓഫ് 2 മിററുകളുണ്ട്. അതായത് ക്യാവിറ്റി എന്ന് പറയുമ്പോഴേ അറിയാം 2 മിററുകളുണ്ട്. അത് ഡിസ്റ്റൻസ്, അത് സെപ്പറേറ്റ് ചെയ്യുന്ന ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട്. ഓസ്ലേഷൻസ് എന്ന ലേസർ ക്യാവിറ്റി ഒക്കർ അറ്റ് ഫ്രീക്വൻസി, അതായത് ഗെയിൻ ബാൻഡ് വിഡ്ത്ത് അല്ലെങ്കിൽ ഗെയിൻ ഫ്രീക്വൻസിയാണ് തന്നേക്കുന്നത് 1.3. കണ്ടോ, ജിഗായാണ്. ജിഗ എന്ന് പറയുമ്പോൾ × 10⁹ ഹേർട്സ് ആണ് വരിക ജിഗ എന്ന് പറയുമ്പോൾ. അപ്പോൾ നമ്പർ ഓഫ് ലോഞ്ചിറ്റ്യൂഡിനൽ മോഡ്സ് ആണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ നേരത്തെ നമ്പർ ഓഫ് മോഡ്സ് കണ്ടുപിടിക്കാൻ 8π⁴ × Δλ/λ⁴ ചെയ്തു. ഇവിടെ ചോദിച്ചിരിക്കുന്ന നമ്പർ ഓഫ് മോഡ് ആയിരുന്നെങ്കിൽ നേരത്തെ ഇക്വേഷൻ യൂസ് ചെയ്യാം. ഇവിടെ നമ്പർ ഓഫ് ലോഞ്ചിറ്റ്യൂഡിനൽ ഏത് മോഡാണെന്ന് സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. ഇതാണ് മിസ് എഴുതിയിരിക്കുന്നത്. നമ്പർ ഓഫ് മോഡ്സ് ഇൻ വോളിയം ആയിരുന്നെങ്കിൽ നേരത്തെ ഇക്വേഷൻ. ലോഞ്ചിറ്റ്യൂഡിനൽ മോഡ് എന്ന് പറയുമ്പോൾ വളരെ സിമ്പിളാണ്. ഗെയിൻ ബാൻഡ് വിഡ്ത്ത് ബൈ സെപ്പറേഷൻ ഓഫ് ലോഞ്ചിറ്റ്യൂഡിനൽ മോഡുകൾ ചെയ്താൽ മതി. ബാൻഡ് വിഡ്ത്ത് ഓൾറെഡി നമുക്ക് Δν എന്ന് പറഞ്ഞ് ജിഗാ ഹേർട്സിൽ തന്നിട്ടുണ്ട്. സെപ്പറേഷൻ ഓഫ് ലോഞ്ചിറ്റ്യൂഡിനൽ മോഡ്, 2 ലോഞ്ചിറ്റ്യൂഡിനൽ മോഡുകൾ അടുത്തടുത്തുണ്ടെങ്കിൽ അവരുടെ സെപ്പറേഷൻ എന്ന് പറയുന്നത് എപ്പോഴും c/2n0d ആണ്. പഠിച്ചു വെക്കുക. അപ്പോൾ എന്താണ് സെപ്പറേഷൻ, എങ്ങനെയാണ്, c/സ്പീഡ് ഓഫ് ലൈറ്റ് ബൈ 2n0d. n0 എന്ന് വെച്ചാൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആയിരിക്കും. അത് ക്യാവിറ്റി ബേസ് ചെയ്തിട്ട് എപ്പോഴും 1 ആയിരിക്കും. അപ്പോൾ Δν ഈ ബൈ എന്നുള്ളത് മുകളിലേക്ക് പോകുമ്പോൾ ഇങ്ങനെയാകും. അപ്പോൾ Δν ഓൾറെഡി തന്നിട്ടുണ്ട്. ജിഗാ ഹേർട്സിനെ × 10⁻9 ഹേർട്സ് എന്ന് ചെയ്തു.
പിന്നെ 2 ഇൻറ്റു N0 എന്ന് പറയുന്ന 1 ആണ്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഇപ്പോഴും 1 ആണ്. ഡി എന്ന് പറയുന്ന ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട്. ഡിസ്റ്റൻസ് എനിക്ക് തോന്നുന്നു സെൻറ്റിമീറ്ററിനെ മീറ്റർ ആക്കി ഞാൻ. ഇനിയും ഇത് അപ്പോൾ ആക്ച്വലി ഇത്രയും അപ്രോക്സിമേഷൻ ആണ് നമ്പർ ഓഫ് മോഡ്സ്. യൂണിറ്റ് ഇല്ല കേട്ടോ നമ്പർ ഓഫ് മോഡ്സിന്. ഓക്കെ, അപ്പം ഈ ഇക്വേഷൻ ആണെന്ന് ഓർത്തണേ. മോഡ് എന്ന് പറയുമ്പോൾ ഇത്രയും നമ്പർ ഓഫ് മോഡ്സ് ഇങ്ങനെയാണ്. ലോഞ്ചിറ്റ്യൂഡിനൽ എന്ന് പറയുമ്പോൾ ഗെയിൻ ബാൻഡ് വിഡ്ത്ത് ബൈ സെപ്പറേഷൻ ഓഫ് ലോഞ്ചിറ്റ്യൂഡിനൽ മോഡുകളാണ്. ഈ ക്വസ്റ്റ്യനിൽ നമ്മൾ ട്രാൻസ്വേഴ്സ് മോഡുകളുടെ ആണല്ലോ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ കണ്ടുപിടിച്ചേ. അല്ല, ലോഞ്ചിറ്റ്യൂഡിനൽ മോഡുകളുടെ ആണല്ലോ നമ്പർ കണ്ടുപിടിച്ച്. ഇനി ട്രാൻസ്വേഴ്സ് മോഡുകളുടെ ചോദിക്കുമ്പോൾ നമ്പർ കണ്ടുപിടിക്കണം ഇങ്ങനെയാണ്. പക്ഷേ ഇത് ക്വസ്റ്റ്യൻസ് ഒന്നും വന്നിട്ടില്ല ഇതുവരെ ട്രാൻസ്വേഴ്സ് മോഡിനെ ബേസ് ചെയ്ത്. അപ്പോൾ ഇതൊക്കെ ഗിവൺ ആയിട്ട് തന്നാൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. ട്രാൻസ്വേഴ്സ് ആണ് കേട്ടോ മക്കളെ ഇത്. ജസ്റ്റ് മിസ് പറഞ്ഞു എന്നേ ഉള്ളൂ. കാരണം ലോഞ്ചിറ്റ്യൂഡിനൽ മോഡുകളുടെ നമ്പർ കണ്ടുപിടിക്കുമ്പോൾ ഒരു ഡൗട്ട് വരും, അപ്പോൾ ട്രാൻസ്വേഴ്സ് എങ്ങനെ ചെയ്യുക എന്നുള്ളത്. അടുത്തത് വളരെ നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. അതായത് 3 ലോവസ്റ്റ് സ്റ്റേറ്റുകളുടെ എനർജീസ് തന്നിട്ടുണ്ട്. E0, E1, E2 ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ E0, E1, E2 3 പേരുടെ എനർജി തന്നിട്ടുണ്ട്. ഈ 3 പേരുടെ ഐൻസ്റ്റീൻ കോയിഫിഷ്യൻറ്റും തന്നിട്ടുണ്ട്. ചോദ്യം ഇത്ര മാത്രമേ ഉള്ളൂ, മീൻ റേഡിയേറ്റീവ് ലൈഫ് ടൈം ഓഫ് ദി എക്സൈറ്റഡ് സ്റ്റേറ്റ്. ഇന്നലത്തെ ക്വസ്റ്റ്യൻ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകും. എക്സൈറ്റഡ് സ്റ്റേറ്റിൻ്റെ ലൈഫ് ടൈം എന്ന് പറയുന്നത് ടോ ആണ്. അത് വിച്ച് ഈസ് ഈക്വൽ ടു 1/A2 ആണ്. A2 1 എന്നാണ് നോർമലി എഴുതുന്നത്, എന്നാൽ A2 ആണ്. കാരണം ഇത്രയും ഗിവൺ ആയതുകൊണ്ട് A2 1 എന്ന് മിസ് എഴുതുന്നില്ല, A2 എന്നാണ്. അപ്പോൾ A2 എന്ന് വെച്ചാൽ എക്സൈറ്റഡ് ലെവൽ. അപ്പോൾ എന്ത് ചെയ്താൽ മതി, ഇവിടെ A10 എന്ന് വെച്ചാൽ നമുക്ക് മനസ്സിലായി ഗ്രൗണ്ട് ആണ്, എക്സൈറ്റഡ് അല്ല, 1 ആണ് വന്നിരിക്കുന്നത്. A20യും A21ഉം ആണ് ആക്ച്വലി എക്സൈറ്റഡ്. അപ്പോൾ A20 + A21 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് A2 കിട്ടും. അപ്പോൾ 1/A2 ചെയ്താൽ മതി. നിങ്ങൾക്ക് മനസ്സിലായോ? ഇന്നലത്തെ ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. ലൈഫ് ടൈം ഓഫ് എക്സൈറ്റഡ് സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ ടോ ഈസ് ഈക്വൽ ടു 1/A2 ആണ്. ഇപ്പോൾ സ്റ്റിമുലേറ്റഡ് എമിഷൻ തന്നിട്ട് ചോദിച്ചാലും എക്സൈറ്റഡ് സ്റ്റേറ്റിൻ്റെ ചോദിച്ചാലും ടോ ഈസ് ഈക്വൽ ടു 1/A2 എന്ന് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ A2/B2 എന്ന് പറയുന്നൊരു റേഷ്യോ ഇക്വേഷനൊക്കെ നമുക്കറിയാം. അതിൽ നിന്ന് A2 കണ്ടുപിടിച്ച് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ ഓൾറെഡി ഗിവൺ ആണ് A2ൻ്റെ കാര്യങ്ങൾ. അപ്പോൾ ഇങ്ങനെ ചെയ്യണം. എല്ലാം തന്നിട്ടുണ്ട്. A10 എടുക്കാത്തതിൻ്റെ കാര്യം അത് ഗ്രൗണ്ട് സ്റ്റേറ്റ് ആണ്. അപ്പോൾ A20 + A21 ചെയ്യുക. ഓക്കെ, എന്നിട്ട് ടോ ഈസ് ഈക്വൽ ടു 1/2.0 ഇൻറ്റു ചെയ്താൽ പോരെ. അപ്പോൾ എങ്ങനെ വരും? കേട്ടോ 10⁻. അപ്പം ഇത്രയാണ് മിസ്സിന് കിട്ടിയത്. അപ്പോൾ ഓപ്ഷനിലേക്ക് പോകുന്ന സമയത്ത് 5 × 10⁻⁻0 9 പക്ഷേ 0.5 എന്നുണ്ട്. അപ്പം ഒരു പ്ലേസ് റീപ്ലേസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും. ഓക്കെ അല്ലേ? ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് പ്രധാനമായിട്ട് CSIR നെറ്റിൻ്റെ PYQയിലുള്ളത്, ലേസേഴ്സിൻ്റെ കേട്ടോ. ഓക്കെ, പിന്നെ നേരത്തെ പറഞ്ഞ കൺസെപ്റ്റിൽ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. നമുക്കറിയാം പോപ്പുലേഷൻ ഇൻവേർഷൻ നടന്നാൽ മാത്രമേ ലേസർ ആക്ടിവിറ്റി നടക്കുകയുള്ളൂ. എന്ന് വെച്ചാൽ പോപ്പുലേഷൻ ഇൻവേർഷൻ എന്ന് വെച്ചാൽ നമ്പർ ഓഫ് എന്താണ് പറയുക ആറ്റംസ് കൂടുതലും അപ്പർ ലെവലിലായിരിക്കണം കാണുന്നത് ദാൻ ദ ലോവർ സ്റ്റേറ്റ്. പക്ഷേ ബോൾസ്മാൻ ഡിസ്ട്രിബ്യൂഷൻ അനുസരിച്ച് നമുക്കറിയാം എപ്പോഴും ലോവർ സ്റ്റേറ്റിലാണ്, ഗ്രൗണ്ടിലാണ് ആൾക്കാർ ഇരിക്കാൻ സാധ്യത. അപ്പം അതിനെ നമ്മൾ ആർട്ടിഫിഷ്യലി പമ്പ് ചെയ്തിട്ട് നമുക്ക് മുകളിലേക്ക് കൊണ്ടുപോകാൻ പറ്റും. പമ്പിങ് എന്ന് വെച്ചാൽ ഒപ്റ്റിക്കൽ ലൈറ്റിൻ്റെ പ്രസൻസിൽ ചെയ്യാൻ പറ്റും, ഇലക്ട്രിക്കൽ കറണ്ടിൻ്റെ പ്രസൻസിൽ ചെയ്യാൻ പറ്റും. പലതരത്തിലുള്ള പമ്പിങ് അവൈലബിൾ ആണ്. അപ്പോൾ ലേസർ സിസ്റ്റങ്ങൾ പലതരത്തിലുണ്ട്. അത് 2 ലെവൽ, ഇപ്പോൾ പമ്പിങ്ങിൽ വഴി നമുക്ക് 2 ലെവൽ സിസ്റ്റംസ് അച്ചീവ് ചെയ്യാം, 3 ലെവൽ 4 ലെവൽ. പക്ഷേ 2ഉം 3ഉം എന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് ഹാർഡായിട്ടുള്ളതാണ്, നമുക്ക് പറ്റത്തില്ല എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. പക്ഷേ 4 ലെവൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഒരു കാര്യം ഓർക്കണം, ഇപ്പോൾ 4 ലെവൽ എന്ന് പറയുമ്പോൾ അതിലെപ്പോഴും അപ്പർ ലെവലായിട്ട് നമ്മൾ 3നെ ആയിരിക്കും എടുക്കുന്നത്. 3 ആയിരിക്കും നമ്മുടെ അപ്പർ ലെവൽ, കാരണം അവിടെയാണ് ലോങ് ലൈഫ് ടൈം ഉള്ളത്. അപ്പം ഒത്തിരി നേരം ആറ്റംസ് ഇരിക്കാൻ സാധ്യതയുള്ള മെറ്റാസ്റ്റേബിൾ സ്റ്റേറ്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പം അതിൽ സ്മോൾ ഡീകേ റേറ്റ് ആയിരിക്കും നടക്കുക. ഇനി ലോവർ ലേസർ ലെവൽ എന്ന് വെച്ചാൽ 4 ആണ്. 4ൽ എപ്പോഴും ഷോർട്ട് ലൈഫ് ടൈം ആയിരിക്കും, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഡീകേ നടക്കും, ഒത്തിരി നേരം അവിടെ ഇരിക്കില്ല. ഇനിയും ലെവൽ 2 or 4നെയാണ് നമ്മൾ ഡീകേ ക്വിക്ലി എന്ന് പറയുന്നത്. ഇനിയും ഗ്രൗണ്ട് 1ലായിരിക്കും എപ്പോഴും ആൾക്കാരിക്കുന്നത്. അപ്പോൾ ഗ്രൗണ്ട് 1ൻ്റെ ലൈഫ് ടൈം കൂടുതലായിരിക്കും, പിന്നെ 4ൻ്റെ ആയിരിക്കും. 1ൻ്റെ കൂടുതലായിരിക്കും, പിന്നെ 3യുടെ ആയിരിക്കും, പിന്നെ 2ഉം പിന്നെ 4ഉം വരാനാണ് ചാൻസ്. ഓക്കെ, അപ്പം ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കും. ഇത് മനസ്സിലായില്ലെങ്കിൽ ആദ്യത്തെ കൺസെപ്റ്റ് വീഡിയോയിലേക്ക് പോകാം കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ കൺസെപ്റ്റിൻ്റെ ആവശ്യമേ ഉള്ളൂ. ഡീറ്റെയിൽഡ് ആയിട്ട് അധികം പറയേണ്ട കാര്യമില്ല കോമ്പറ്റേറ്റീവ് എക്സാംസിന്. ബിക്കോസ് വി ഹാവ് ടു ഫോക്കസ് ടു ഡു ദ പ്രോബ്ലംസ്. ഓക്കെ, സോ യാ.